നിങ്ങളുടെ അമ്മയുടെ ബർത്ത്ഡേ വെച്ച് നിങ്ങളുടെ അമ്മ എങ്ങനെയുള്ള ഒരാളാണ് നമുക്ക് നോക്കിയാലോ. നിങ്ങളുടെ അമ്മയുടെ ബർത്ത്ഡേ വെച്ച് ബർത്ത് ഡേറ്റ് വെച്ച് നിങ്ങളുടെ അമ്മ എങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റി ആണെന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ എപ്പിസോഡ് ഓഫ് അമീർ ഷോസ്. ഓക്കെ, ആരംഭിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാനിവിടെ കുറേ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തേക്കുന്നുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, ബർത്ത് ഡേറ്റ് കുറേ കൊടുത്തേക്കുന്നുണ്ടോ, കുറേ ദിവസങ്ങൾ കുറേ കൊടുത്തേക്കുന്നുണ്ടോ. അതിനകത്ത് നിങ്ങളുടെ അമ്മയുടെ ഡേറ്റ് ഉണ്ടോ നിങ്ങൾ നോക്കുക. നിങ്ങളുടെ അമ്മയുടെ ഡേറ്റ് ഉണ്ടോ നിങ്ങൾ നോക്കുക. നിങ്ങളുടെ അമ്മയുടെ ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ജസ്റ്റ് നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ഡബിൾ ടാപ്പ് ചെയ്യുന്നതിന് വരും ജസ്റ്റ് നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അമ്മയുടെ ഡേറ്റ് അതിനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ഓക്കെ, അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാൻ പാടില്ലെന്നുണ്ടെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് അമ്മയുടെ ചെന്ന് ഓടിപ്പോയി ചോദിച്ചിട്ട് വന്നിട്ട് നമ്മുടെ വീഡിയോയിൽ കാണാൻ വേണ്ടി ജസ്റ്റ് ഇരിക്കുകയാണെങ്കിൽ നിൽക്കുക അങ്ങനെ ഇരിക്കുക. ഓക്കെ, അറിയാൻ പാടാത്ത ആൾക്കാർ വേഗം ഓടിച്ചെന്ന് അമ്മേനോട് ചോദിച്ചുകൊണ്ട് വരിക. എന്താ അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എപ്പോഴാണ്, അമ്മയുടെ പേഴ്സണാലിറ്റി അമ്മീർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി നോക്കുക. ഓക്കെ, പോസ്റ്റ് ഓടി വാ, അറിയാവുന്നവർ ഇവിടെ നിന്നോട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ തുടങ്ങാൻ പോവാണ്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതിനകത്ത് ഉണ്ടാകും നോക്കിയിട്ട് ജസ്റ്റ് വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം. നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്താലും നിങ്ങളായിട്ട് വീഡിയോ എത്തത്തുള്ളൂ. അതുപോലെ തന്നെ പുറത്തുള്ള പുതിയ ആൾക്കാരുടെ വീഡിയോ എത്തത്തുള്ളൂ. അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യണമെന്ന് പറയുന്നത്. എല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ ലൈക്ക് ചെയ്യുന്നില്ല എല്ലാവരും. പ്ലീസ്. ഓക്കെ, അപ്പോൾ ഇതൊരു അസംഷനാണ്, ഇതൊരു AI ആണ്. ശരിയാവുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ഓക്കെ, 4/13/21 ജനിച്ച അമ്മമാർ ഭയങ്കര ഹാർഡ് വർക്കായിരിക്കും, ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പണിയെടുക്കുന്ന അമ്മയാണ്, എല്ലാ വീട്ടിലെ പണിയെടുക്കുന്ന അമ്മമാരാണ്. ചിലപ്പോൾ മക്കളെ സഹായിച്ച് കൊടുക്കുന്നുണ്ടാകാം, എന്നാലും അവർ ഭയങ്കര ഈ ദിവസങ്ങളിൽ ജനിച്ച ആൾക്കാർ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. ഏത് സമയം പണി. അപ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ തോന്നും, നമ്മൾ തന്നെ ചിലപ്പോൾ ആലോചിക്കും, എന്താ അമ്മ ഇത്രമാത്രം പണിയെടുക്കുന്നത്, നമ്മുടെ കൂടെ അമ്മക്ക് ഇരിക്കാൻ വേണ്ടി പോലും നമുക്ക് ടൈം ഇല്ലാത്തൊരവസ്ഥയാണല്ലോ, നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത് അമ്മ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഓക്കെ, എന്തെങ്കിലുമൊക്കെ മാക്സിമം എല്ലാവരും ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഡിസിപ്ലിൻ ആയിരിക്കും ഭയങ്കര. അധികമാരോടും ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ അധികമാരോടും മിണ്ടത്തില്ല എന്ന് പറയുന്ന അർത്ഥമല്ല. ഇപ്പം ഒരു കാര്യം അവിടെ നമ്മൾ വലിച്ചു വാരി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടത്തില്ല. ആ കാര്യം ഇപ്പോൾ OCD എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഒരു കാര്യം എവിടെയാണോ ഇരിക്കുന്നത് ആ സ്ഥലത്ത് തന്നെ ഇരിക്കണമെന്ന് അമ്മക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടാകും. ആ ഒരു സ്ട്രിക്ട്നെസ് അമ്മ കാണിക്കും ആ ദിവസങ്ങളിൽ ജനിച്ച ആൾക്കാർ. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര റൂൾസ് ആയിരിക്കും. ഇപ്പോൾ ഇത്ര മണിക്ക് പുറത്ത് പോകാൻ പാടില്ല, ഇത്ര മണിക്ക് അകത്ത് കയറണം, അങ്ങനത്തെ ചെറിയ ചെറിയ റൂൾസ് ഉള്ള അമ്മമാരായിരിക്കും ഈ ദിവസങ്ങളിൽ ജനിച്ച ആൾക്കാർ. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റിലായിട്ട് പോവുകയാണ്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ 5/14/23 ദിവസങ്ങളിൽ ജനിച്ച അമ്മമാർ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിരിക്കും. അവർക്ക് അത്യാവശ്യം നല്ല ബുദ്ധിയും കാര്യങ്ങളും ഉണ്ടാവും. ബുദ്ധി എന്ന് പറയുമ്പോൾ നല്ല ബുദ്ധിയും കാര്യങ്ങളും അത്യാവശ്യം ഉണ്ടാവും. അതുപോലെ തന്നെ അവർ അഡ്വഞ്ചറസ് ആയിരിക്കും. ഇപ്പോൾ ടൂർ പോകാനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട്, ഇപ്പോൾ നമ്മുടെ വീട്ടിലെ പൈസ ഇല്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടോ, ചില സാഹചര്യങ്ങളുണ്ടാവും. വീട്ടിൽ അമ്മമാരുണ്ടാവും, അപ്പൂപ്പന്മാരുണ്ടാവും, അവരുടെ ടൂർ പോകാൻ പറ്റത്തില്ല. വീട്ടിൽ ചിലപ്പോൾ കന്നുകാലികളുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നമുക്ക് ടൂർ ഭയങ്കര ആഗ്രഹമായിരിക്കും എല്ലാവർക്കും. ടൂർ ആ ദിവസങ്ങളിൽ ജനിച്ച അമ്മമാർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും. പക്ഷേ ടൂർ പോകാൻ നമുക്ക് സാഹചര്യങ്ങൾ കൊണ്ട് പറ്റുന്നില്ല. അതുപോലെ തന്നെ ഒരു ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കും. ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ ആൾ വന്നാലും പുറത്ത് ആൾ വന്നാലും നമ്മളോടായാലും ഭയങ്കര കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മളോട് സംസാരിച്ച് ഭയങ്കര രസമാണ് സംസാരിക്കാൻ വേണ്ടി. അതുപോലെ ക്വിക്കായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും ആ ദിവസങ്ങളിൽ ജനിച്ച അമ്മമാർക്ക്. ഓക്കെ, അടുത്തത് 6/15/24 ജനിച്ച അമ്മമാർ ഭയങ്കര കെയറിങ് ആയിരിക്കും. എല്ലാ അമ്മമാരും കെയറിങ് ആയിരിക്കും. എല്ലാ അമ്മമാരും സ്നേഹം ഉണ്ടാവും. മക്കളോടാണ് എല്ലാ അമ്മമാരും സ്നേഹം കാണിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒരു അസംഷനാണ്, ശരിയാവുമെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം, ശരിയാവില്ല, നമുക്ക് നോക്കാം. ഒന്നും കൂടി ഞാൻ പറയുകയാണ്, ഇത് റിയലായിട്ട് ഒരു ബന്ധവും ഇല്ല, പക്ഷേ എന്നാലും ചെറിയ ചെറിയ ബന്ധങ്ങൾ ഉണ്ടാവുമെന്ന് തോന്നുന്നു. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇത് മാച്ച് ആവുന്നുണ്ടെങ്കിൽ പറയുക. അപ്പോൾ 6/15/24 ദിവസങ്ങളിൽ ജനിച്ച അമ്മമാർ ഭയങ്കര കെയറിങ് ആയിരിക്കും. നമ്മളെ ഭയങ്കര കെയറിങ് ആയിരിക്കും. അതുപോലെ ഫാമിലി ഫസ്റ്റ്. അവരെന്തൊക്കെ ആരൊക്കെ എന്തുണ്ടെന്ന് പറഞ്ഞാലും, ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാലും, ബന്ധുക്കാരുണ്ടെന്ന് പറഞ്ഞാലും, അച്ഛനുണ്ടെന്ന് പറഞ്ഞാലും, മാമനുണ്ടെന്ന് പറയാം, ഇളാപ്പ ഉണ്ടെന്ന് പറഞ്ഞാലും, അച്ഛമ്മ ഉണ്ടെന്ന് പറഞ്ഞാലും, അച്ഛനുണ്ടെന്ന് പറഞ്ഞാലും, ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഫാമിലി വിട്ടിട്ടൊരു പരിപാടിക്കില്ല. ഫാമിലി ഫസ്റ്റ്, അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി, ബെസ്റ്റ് പ്രയോറിറ്റി ആൻഡ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ ഫാമിലി ആയിരിക്കും. ഫാമിലി വിട്ടൊരു പരിപാടി ഇല്ലെന്നുണ്ടാ എന്നുള്ള അവസ്ഥയായിരിക്കും. ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആയിരിക്കും എല്ലാ കാര്യത്തിനും. ഇപ്പം അച്ഛനേക്കാളും കൂടുതൽ ഒരു പിടി കൂടുതൽ അമ്മക്ക് ഭയങ്കര റെസ്പോൺസിബിൾ ആയിരിക്കും. ആ ദിവസങ്ങളിൽ ജനിച്ച അമ്മമാർ ഭയങ്കര റെസ്പോൺസിബിൾ ആയിരിക്കാം. അതുപോലെ തന്നെ റൊമാൻസ്, അച്ഛനായിട്ട് ഇടയ്ക്കൊക്കെ റൊമാൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. റൊമാൻസ് എന്ന് പറയുമ്പോൾ വീട്ടിൽ അവർ ഒറ്റയ്ക്ക് സംസാരിക്കുക, അങ്ങനെ അപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ അവർ കളിയാക്കുക. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞ് ഞാൻ അങ്ങനെ കണ്ടിട്ട് അപ്പം ഞാനിപ്പോൾ അങ്ങോട്ട് ഹാളിലടക്കെ കയറി ചെല്ലുമ്പോൾ അച്ഛനും അമ്മ ഇങ്ങനെ ഒരുമിച്ചിരിക്കും. ഞാൻ അങ്ങനെയൊക്കെ ചുമ്മാ കാണിക്കും. അതൊക്കെ തമാശയാണ്. ഫണ്ട് ചെയ്തെടുക്കാൻ പറ്റും, നമുക്കൊരു ഫണ്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായങ്ങളാണ്, എനിക്ക് അതിനകത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്ത പറയാൻ പോകുന്നു 1/10/19/28. 1/19/10/28 ദിവസങ്ങളിൽ ജനിച്ച അമ്മമാർ ഭയങ്കര ലീഡറായിരിക്കും എല്ലാ കാര്യത്തിലും. ഇപ്പം നമ്മുടെ സ്കൂൾ ലീഡർ എന്ന് പറയുമ്പോൾ നമ്മളൊരാളെ സ്കൂൾ ലീഡർ ആക്കുന്നത് അയാൾ ഏറ്റവും ടോപ്പായി അയാളുടെ കീഴിൽ എല്ലാവരും അയാളുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് പെരുമാറാൻ വേണ്ടിയാണ്. കാരണം അയാളാണ് ലീഡർ എന്ന് പറയുന്നത്.
പറയുന്നത്. അതുപോലെ നമ്മുടെ അമ്മയാണ് നമ്മുടെ സ്കൂൾ ലീഡർ, അല്ല ഹൗസ് ലീഡർ നമ്മുടെ അമ്മ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞാലും ആ ദിവസങ്ങളിൽ ജനിച്ച ആൾക്കാർ എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ചില അമ്മമാർക്ക് ഓരോ ഡിഫറൻസ് ഉണ്ടാവും. എല്ലാ ആൾക്കാരും ഒരേപോലെ അല്ലല്ലോ ഗൈസ്, എല്ലാ ആൾക്കാരും ഒരേപോലെ. എന്നെ പോലെ അല്ല, നിങ്ങളെ പോലെ അല്ല. ഇപ്പം എൻ്റെ കമൻറ്റ് ബോക്സിൽ ആരെങ്കിലും ഒന്ന് തെറി പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒന്നും പറയത്തില്ല, റിപ്ലൈ കൊടുക്കത്തില്ല. അതുപോലെയല്ല വേറെ ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ആരൊക്കെ വിളിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഡിഫറൻസ് ആണ് ഗൈസ്. പിന്നെ സഹികെട്ടാ വിളിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഡിസിഷൻ മേക്കർ ആയിരിക്കും. ഡിസിഷൻ മേക്കർ എന്ന് പറയുമ്പോൾ തീരുമാനം പെട്ടെന്ന് എടുക്കും. തീരുമാനം എടുക്കുന്ന ആ വീട്ടിൽ നമ്മുടെ അമ്മയായിരിക്കും. അതുപോലെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. നമ്മൾ എന്തൊക്കെ വിധേനയും ഏതൊരു തരത്തിൽ ഇപ്പം നമുക്ക് പനി വന്നാലും, അതിപ്പോൾ എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ പറയുന്നത്, ഞാൻ ഇത് ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ല എല്ലാ അമ്മമാരും ഇങ്ങനെയാണെന്ന്. എന്നാലും ഞാൻ ഇത് പറഞ്ഞു പോവുകയാണ്. പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. നമുക്ക് എന്ത് സാധനം വന്നാലും, എന്ത് പരിപാടി വന്നാലും, എന്ത് കാര്യം വന്നാലും നമ്മുടെ അമ്മ നമ്മുടെ കൂടെ പ്രൊട്ടക്ഷനായിട്ട് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കും. അതുപോലെ തന്നെ അമ്മ ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. നമുക്ക് എന്ത് കാര്യം ചെയ്യാനാണെന്നുള്ളതിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്ത് അമ്മ പറയും, മോനെ ചെയ്യാൻ പറ്റും, മോളെ ചെയ്യാൻ പറ്റും, നിന്നെക്കൊണ്ടത് പറ്റും, നിന്നെക്കൊണ്ട് പറ്റത്തുള്ള എന്നൊക്കെ പറയും. ഭയങ്കര മോട്ടിവേഷനൊക്കെ തരുന്ന അമ്മമാർ ഭയങ്കര ഭാഗ്യവാന്മാരുണ്ട്. അങ്ങനെ അമ്മമാർ കുറേ ആൾക്കാർ ഇതിൻ്റെ സുഖവും സന്തോഷവും ഒന്നും അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ അനാഥാലയങ്ങൾ ജീവിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ അമ്മ മരിച്ചുപോയ ആൾക്കാർ, അമ്മ ഇല്ലാത്ത ആൾക്കാർ, സാഹചര്യം കൊണ്ട് അമ്മേനെ വേർപെട്ട് ജീവിക്കുന്ന ആൾക്കാർ, ഡൈവോഴ്സിൻ്റെ വക്കീലെത്തി നിൽക്കുന്ന മാതാപിതാക്കളുള്ള മക്കൾ കുറേ. അപ്പോൾ നമ്മൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗ്യമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു ഭാഗ്യമാണെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ഒരിക്കലും അകറ്റി നിർത്തരുത്. അവരും നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ തന്നെ നമുക്ക് പറ്റുന്ന നമ്മളെ കൊണ്ടുള്ള സഹായങ്ങളും കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുക. നമ്മുടെ കൂട്ടുകാരന്മാർ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, അടുത്തത് 2/11/10/29 2/11/10/29 എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കാതെ ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നമ്മുടെ വീഡിയോക്ക് ഇതുവരെ ലൈക്ക് ഇല്ലട ഗൈസ്, അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ടേക്കുക. ലൈക്ക് ചെയ്തോ? ഓക്കെ, അപ്പോൾ 2/11/19 2/11/10/29 ഈ ദിവസങ്ങളിൽ ജനിച്ച ആൾക്കാർ ഭയങ്കര സോഫ്റ്റ് ഹേർട്ടഡ് ആയിരിക്കും. സോഫ്റ്റ് ആയിട്ടുള്ള ഹേർട്ടഡ് ആയിരിക്കും അവർ. ഭയങ്കര ചെറിയ മനസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർക്ക്. ആ ചെറിയ മനസ്സെന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ വിനിയോഗിക്കുക ആ ചെറിയ മനസ്സ്. കാരണം നമ്മളൊരു 10 രൂപ വയ്ക്കുകയാണെങ്കിൽ 50 രൂപ എടുത്ത് തരുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് ബെനിഫിറ്റ് ആണ്. ഓക്കെ, ഇമോഷണൽ ആയിരിക്കും. ചെറിയ ചെറിയ സങ്കടങ്ങളും കാര്യങ്ങളും വരും. അമ്മേനെ ഒരിക്കലും സങ്കടപ്പെടുത്തരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ സങ്കടപ്പെടുത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ദേഷ്യം വരുന്ന സാഹചര്യത്തിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നല്ലാതെ അത് ഞാൻ ഒരു കെട്ടിപ്പിടിച്ചൊരു കിസ് ഹഗ് ചെയ്യുകയാണെന്നെങ്കിൽ അത് ആ ടൈമിൽ മാറും. അത് ആ ടൈമിൽ മാറും. വേറെ ഒരു പ്രശ്നവും കാര്യങ്ങളും ഉണ്ടാകത്തില്ല. ഒരുപാട് ദിവസം ഇങ്ങനെ നീണ്ട് വഴക്ക് കൊണ്ടുവരും. നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർ ആരെങ്കിലും അമ്മയായിട്ട് വഴക്കിട്ടിപ്പോൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ദിവസവും 3 ദിവസവും ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഈഗോ കൊണ്ട് നമുക്ക് മിണ്ടാൻ പറ്റാത്ത ആ ഒരു രീതിയിൽ വരും. പെട്ടെന്ന് കുറേ ലാഗടിച്ച് മിണ്ടാതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും മിണ്ടാതാകാൻ പറ്റാത്ത ഒരു കോംപ്ലക്സ്, ഒരു ഈഗോയിലോട്ട് ഒരു ബ്ലാക്ക് ഹ്യൂമറായിട്ട് പെട്ടെന്ന് പോകും. അതുകൊണ്ട് തന്നെ വഴക്കിട്ട ആൾക്കാർ ഒന്ന് പെട്ടെന്ന് തന്നെ അമ്മയോടൊന്ന് മിണ്ടാൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ അമ്മ ആ ദിവസം ജനിച്ച അമ്മ ഭയങ്കര ലിസണർ ആയിരിക്കും. നമ്മുടെ എന്ത് കാര്യം ഏത് കാര്യം ഭയങ്കരമായിട്ട് കേട്ടിരിക്കും. നമ്മുടെ എന്ത് കാര്യമല്ല, നമ്മളിപ്പോൾ ഞാൻ എൻ്റെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം, എൻ്റെ ലവിൻ്റെ കാര്യമൊക്കെ ഞാൻ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ വീട്ടുകാർ രണ്ടുപേരും കേട്ടിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ അമ്മമാർ ചിലപ്പോൾ കേട്ടിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഈ ദിവസങ്ങളിൽ 2/11/10/29 ദിവസങ്ങളിൽ ജനിച്ച ആൾക്കാർ അത്യാവശ്യം കേട്ടിരിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റിലായിട്ട് പോവാണ്. നെക്സ്റ്റ് ഈസ് 3/12/21/30 3/12/21/30 ദിവസങ്ങളിൽ ജനിച്ച അമ്മമാർ ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കും. അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ ജോലിക്ക് പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും. പക്ഷേ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥകളും കാര്യങ്ങളുണ്ടാകും. ചിലപ്പോൾ അച്ഛൻ സമ്മതിക്കാത്ത ആൾക്കാരുണ്ടാകും. അതുപോലെ തന്നെ ക്രിയേറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ രീതിയിലുള്ള ക്രിയേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ജോലിക്ക് പോകാൻ പല ആൾക്കാരും അമ്മ സമ്മതിക്കാത്ത, ഇപ്പോൾ നമ്മളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ അമ്മ കഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ജോലിക്ക് പോകണം, അമ്മ ജോലിക്ക് പോകണം നമ്മൾ നിർബന്ധം പിടിക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളുള്ളപ്പോൾ അമ്മ ജോലിക്ക് പോകുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ അമ്മ ജോലിക്ക് പോകുന്നത് എനിക്കിഷ്ടമല്ല. കാരണം ഞാൻ പറയും, ഞാനുള്ളപ്പോൾ എന്തിനാണ് ജോലിക്ക് പോകുന്നത്, നമുക്ക് എത്ര പൈസ ആവണം ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷേ ഞാൻ ഓപ്പണായിട്ട് പറയില്ല. ഞാൻ എൻ്റെ ഒരു മിനിറ്റ് കട കൊടുക്കുവാണെങ്കിൽ എൻ്റെ കാര്യം ഓപ്പണായിട്ട് പറയാൻ വേണ്ടി ഞാൻ എൻ്റെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്, ഞാൻ MBA കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഈ ഒരു കണ്ടൻറ് ക്രിയേഷൻ, എനിക്ക് ഈ ക്യാമറയുടെ മുമ്പിൽ വീഡിയോ ചെയ്യുക അങ്ങനെ ഭയങ്കര പാഷൻ ആയതുകൊണ്ട് ഞാനിങ്ങനെ അടിച്ച് ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു സംഭവം ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ അടിച്ച് നിൽക്കുവാണ്. എൻ്റെ വീട്ടുകാർ ഭയങ്കര സപ്പോർട്ടാണ് എന്നോട്. പെട്ടെന്ന് ബിസിനസ് തുടങ്ങാൻ പറയുന്നില്ല, പെട്ടെന്ന് വേറെ എന്തെങ്കിലും കോഴ്സിന് പഠിക്കാൻ പോകാൻ പെട്ടെന്ന് പറയുന്നില്ല. വേറെ എന്തെങ്കിലും ഇപ്പോൾ MBA കഴിഞ്ഞ് ഹയർ സ്റ്റഡീസ് ഉണ്ടല്ലോ, വേറെ കാര്യങ്ങൾ PhD അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിക്കാൻ പോകാൻ പറയുന്നില്ല. അതിന് പോലെ അവർ ഇതിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ എൻ്റെ ക്യാമറ കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ കിടന്ന് കരയായിരുന്നു ഭയങ്കരമായിട്ട്. ഞാൻ ഈ പ്രായത്തിൽ, എനിക്ക് 23 വയസ്സായി, ഞാൻ ഈ പ്രായത്തിലും ഭയങ്കര കരച്ചിലാണ് കിടന്ന്. ക്യാമറ കംപ്ലൈൻ്റ് ആയി എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ എൻ്റെ മകനെ പോലെയാണ് ഈ ക്യാമറ തന്നെ. എൻ്റെ മക്കളെ, എൻ്റെ ഒരു സോൾമേറ്റ്, എൻ്റെ ഒരു ലവറിനെ പോലെ, എൻ്റെ ഒരു ഫ്രണ്ടിനെ പോലെ, ഫ്രണ്ട്സ് ഒരുപാടുണ്ടെങ്കിൽ ഒരു ഫ്രണ്ടിനെ പോലെയാണ് ഞാൻ എൻ്റെ ഈ ക്യാമറ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ക്യാമറയെ ഞാൻ ഭയങ്കരമായിട്ട് ഹഗ് ചെയ്ത് ഞാൻ കൂടെ കിടത്തി. കാരണം അത് ചില ആൾക്കാർക്ക് പറയും ഭ്രാന്താണ്, വട്ടാണെന്നൊക്കെ പറയാം. പക്ഷേ എനിക്ക് ഭയങ്കര വികാരമാണ്. എൻ്റെ ക്യാമറ കംപ്ലൈൻ്റ് ആയി എൻ്റെ മുമ്പിൽ കിടക്കുന്ന, ഞാൻ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ആ ഒരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, ഞാനത് ഇമോഷണലാക്കി എടുത്തല്ല, എൻ്റെ ഉമ്മച്ചി എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ പോവാണ്
3-12-21-30. അത് ഞാൻ പറഞ്ഞ ക്രിയേറ്റീവ് ആയിരിക്കും, ക്രിയേറ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, ഫ്രണ്ട്ലി ആയിരിക്കും, നമ്മളായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. നമ്മുടെ കൂട്ടുകാരന്മാർ വന്നാലും നമ്മുടെ കൂട്ടുകാരത്തികൾ വന്നാലും നമ്മുടെ ആര് വന്നാലും പുറത്തുള്ള ആൾക്കാർ ആര് വന്നാലും ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും അവർ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ പെരുമാറത്തുള്ളൂ. വേറൊരു രീതിയിൽ വെറുപ്പിച്ച് അവരൊന്നും ചെയ്യത്തില്ല, നല്ല അവരായിരിക്കും. അപ്പോൾ അടുത്തതെന്ന് പറയുമ്പോൾ ലവ് സെലിബ്രേഷൻസ് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇപ്പോൾ നമ്മൾ വിഷുവിന് എന്തെങ്കിലും പരിപാടിക്ക് പോകാനോ, അമ്പലത്തിൽ എന്തെങ്കിലും പരിപാടിക്ക് പോകാനോ, എന്തെങ്കിലും വീട്ടുകാരൊപ്പം എന്തെങ്കിലും പരിപാടിക്ക് പോകാനോ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരിക്കും. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് നടക്കത്തില്ല. ചില ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട്, പൈസയുടെ സാഹചര്യങ്ങൾ കൊണ്ട്, വീട്ടിലെ അമ്മൂമ്മ അപ്പൂപ്പന്മാർ അവരെ നോക്കുന്ന സംഭവങ്ങൾ കൊണ്ടും, അതുപോലെ തന്നെ വീട്ടിൽ അതിലും കന്നുകാലികൾ, എന്തെങ്കിലും കച്ചവടങ്ങൾ, എന്തെങ്കിലും കാര്യങ്ങൾ തിരക്കുള്ളതുകൊണ്ട് ചിലപ്പം പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പം ഞാൻ അമ്മമാർ വീഡിയോ കാണുന്നുണ്ട് ഒരു കാര്യം പറയാം, അച്ഛന്മാർ വീഡിയോ കാണുന്നുണ്ട് ഒരു കാര്യം പറയാം, നമ്മുടെ അങ്കിൾമാർ അല്ലെങ്കിൽ മക്കൾ വീഡിയോ കാണുന്നുണ്ട് ഒരു കാര്യം പറയാം. ഒരു ദിവസം നമ്മളൊരു എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടായാലും നമ്മളൊരു ട്രിപ്പിന് അല്ലെങ്കിൽ ടൂറിന് പോകണം എല്ലാവരും കൂടി. ഭയങ്കര രസമാണ്. ഇപ്പോൾ എനിക്കൊക്കെ ഓർക്കാൻ, കാരണം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ടൂറിന് പോകുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇടയ്ക്ക് ഓർക്കാനുള്ള മെമ്മറീസ് എന്ന് പറയുന്ന സാധനം ആ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ആ മെമ്മറീസ് കൊണ്ട് നമുക്ക് ജീവിക്കാം, ശരിക്കും പറഞ്ഞാൽ ജീവിക്കാം. അതൊരു ലൈഫ് അല്ലെങ്കിൽ പോലും നമുക്ക് ഒരു ദിവസം നമ്മൾ ഓർമ്മിച്ച് നമ്മളിങ്ങനെ കാറി പോകുമായിരുന്നു. അവർ ഇവിടെ തമാശ പറഞ്ഞ് അവർ ചക്കറ ചോദിച്ചപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു തമാശ രീതിയിൽ അവരിനെ കുന്നിൽ നിന്തിയിട്ട് അവൻ്റെ കാല് പൊട്ടി, പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പോൾ അവന് പിന്നെ വേത്താട്ട് വാട്ടർ ബലൂൺ എറിഞ്ഞ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഓർമ്മകളിൽ നമുക്ക് ജീവിക്കുന്ന ആൾക്കാർ. ആ ഓർമ്മകൾ നമുക്ക് ഇതാക്കാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ടൂറിന് പോവുക. ഓക്കെ, അടുത്തത് മേക്ക് ഹോംസ് ലൈവ്ലി എന്ന് പറയുമ്പോൾ നമ്മുടെ വീടൊരു പൂങ്കാവനം, നമ്മുടെ വീടൊരു അട്ടിപ്പൊളി എന്ന് പറയുന്നത് ഒരു സ്വർഗ്ഗമായിട്ട് നമ്മുടെ വീട്ടിൽ മാറ്റാൻ കഴിവുള്ള ആൾക്കാരായിരിക്കും ഈ 3-12-21-30 ജനിച്ച അമ്മമാരെന്ന് പറയുമ്പോൾ. ബാക്കിയുള്ള അമ്മമാരും അങ്ങനെ ആയിരിക്കാമെങ്കിൽ ഇത് ഒരുപടി മുന്നിലുണ്ടാവും. ചിലപ്പോൾ ഇത് ഏതായിരുന്നാണ് ഞാൻ പറഞ്ഞത്, ഇത് കറക്റ്റാവുമെന്ന് അറിയത്തില്ല, നിങ്ങളുടെ ഇതായിട്ട് കറക്റ്റ് ആവുമോ നിങ്ങൾ നോക്കുക. ഓക്കെ, നമ്മൾ നെക്സ്റ്റിലായിട്ട് പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റിലായിട്ട് നമ്മൾ പോവുകയാണ്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ 7-16-25 ജനിച്ച അമ്മമാരെന്ന് പറയുമ്പോൾ ഭയങ്കര ഡീപ്പ് തിങ്കിങ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ വെറുതെ വീട്ടിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കും, നമ്മൾ ഫോൺ കളിച്ചിരിക്കുമ്പോൾ അമ്മ അപ്പുറത്ത് മാറി ഒറ്റയ്ക്ക് ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് കൂട്ടുന്ന കാണാം. ആലോചിച്ച് കൂട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെങ്ങനെ വളർത്തും, അല്ലെങ്കിൽ ഇനി അടുത്ത ലോൺ അടക്കാനുള്ള പൈസ എങ്ങനെ ഉണ്ടാകും, അല്ലെങ്കിൽ പൈസ കാര്യങ്ങൾ എന്തെങ്കിലും ചെറിയ ടെൻഷൻസ്, അച്ഛനായിട്ടുള്ള പ്രശ്നങ്ങൾ, വീട്ടുകാരായിട്ടുള്ള പ്രശ്നങ്ങൾ, ചിലപ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ നമ്മുടെ അമ്മമാരായിരിക്കും. എല്ലാം നമ്മളുണ്ടാക്കുന്ന പ്രശ്നവും നമ്മുടെ അച്ഛന്മാരുണ്ടാക്കുന്ന പ്രശ്നവും നമ്മുടെ എല്ലാവരും ഉണ്ടാക്കുന്ന പ്രശ്നം ഒരൊറ്റ ആളുടെ തലയിൽ കൂടി ആയിരിക്കും പോകുന്നത്, നമ്മുടെ അമ്മമാരുടെ തലയിൽ കൂടി ആയിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒറ്റയ്ക്ക് നമ്മുടെ അമ്മയിരുന്ന് ഡീപ്പ് തിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ അമ്മയിരുന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിച്ചെന്നിട്ട് ചോദിക്കണം. ഓടിച്ചെന്നിട്ട് ചോദിച്ചാൽ അമ്മ പറയത്തില്ല, നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടി നമ്മളമ്മ പറയത്തില്ല. നമ്മൾ ചെന്നിട്ട് പറയണം, അമ്മേ നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ എൻ്റെ വീഡിയോ ലോങ് ആയതുകൊണ്ട് ചിലപ്പോൾ ആൾക്കാർ കണ്ടിട്ടില്ല, എന്തെങ്കിലും പോട്ടെ, കുഴപ്പമില്ല, ലൈക്ക് കിട്ടില്ലെങ്കിലും വ്യൂസ് കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ലൈക്ക് എല്ലാവരും ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ കേട്ടിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്നിട്ട് ചോദിക്കണം, അമ്മ എന്താ പ്രശ്നം? ആദ്യം അമ്മ പറയത്തില്ല എന്താ പ്രശ്നം, നമ്മളെ വിഷമിപ്പിക്കണമെന്ന് വിചാരിച്ചത് പറയത്തില്ല. എന്ത് കാര്യമായാലും, ഫിനാൻഷ്യൽ ആയാലും, എന്ത് പൈസയുടെ കാര്യങ്ങളായാലും, വേറെ എന്തെങ്കിലും പ്രശ്നമായാലും പറയത്തില്ല. അതുപോലെ രണ്ടാമത് ചോദിക്കണം, അമ്മേ ഒന്ന് തലയെ തടവിട്ട് ജസ്റ്റ് ഒന്ന് കിസ് ചെയ്തിട്ട് ചോദിക്കണം, അമ്മ എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ അമ്മ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മളത് പരിഹരിച്ച് കൊടുക്കുക, നമ്മളെ കൊണ്ടാവുമെന്ന് നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ 7-16-25 ജനിച്ച അമ്മമാർ ഭയങ്കര സ്പിരിച്വൽ ആയിരിക്കും. കാരണം ദൈവവിശ്വാസം അവർക്ക് അത്യാവശ്യം കൂടുതലുണ്ടാവും. ബാക്കിയുള്ള അമ്മമാരെ അപേക്ഷിച്ച് ദൈവവിശ്വാസം കുറച്ച് കൂടുതലുണ്ടാവും. അമ്പലത്തിൽ പോക്ക്, പള്ളിയിൽ പോക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ കൂടുതലുണ്ടാവും. ഖുർആനോത്ത്, മുസ്ലിങ്ങളാണെങ്കിൽ ഖുർആനോത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. പിന്നെ കാമായിരിക്കും, ഭയങ്കര നിശബ്ദതയായിരിക്കും. വലിയ ഒച്ചയും വഴക്കൊന്നും മക്കളെ തല്ലാത്ത അമ്മമാരും അച്ഛന്മാരും ഒക്കെ നമ്മുടെ ഈ കാലത്ത് നമ്മുടെ ഈ ലോകത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ബിഗ് സല്യൂട്ട്. കാരണം മക്കളെ തല്ലിയിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത്, ഞാൻ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയായിരുന്നു. അവന് ഒരു പ്രശ്നം വന്നിട്ട്, ചെറിയൊരു പ്രശ്നം വന്നിട്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല, ആരെയും പേരൊന്നും പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആ സൈക്കോളജിസ്റ്റ് നമ്മളോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർ നമ്മുടെ മക്കളെ ഒരു 2-3 വയസ്സിൽ, 4 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സ് ആ ഒരു ഇടക്ക് തല്ലുവാണെന്നുണ്ടെങ്കിൽ, 8 വയസ്സ്, 9 വയസ്സ് ഇടക്ക് തല്ലുവാണെന്നുണ്ടെങ്കിൽ, ആ തല്ലുന്ന കാര്യങ്ങൾ പിന്നീട് നമ്മൾ ഓർത്ത് ട്രോമ വരും. കാരണം ആ ടൈമിൽ നമ്മൾ വലുതായി കഴിയുമ്പോൾ നമ്മുടെ പിള്ളേർ നമ്മൾ വിചാരിക്കും, എൻ്റെ അച്ഛനും അമ്മ എനിക്ക് നല്ല കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, എനിക്ക് ആ ടൈമിൽ ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉപദ്രവം കാണിക്കുമ്പോൾ തല്ലുന്ന് മാത്രമുള്ളൂ, ആ വേദന മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോൾ വലുതാകുമ്പോൾ അവർക്ക് ആ വേദന എനിക്ക് ഓർമ്മ വരുന്നത്. ആ വേദനയൊക്കെ ഓർമ്മ വരുമ്പോഴാണ് ഓരോ ആൾക്കാർക്ക് ക്രൈം എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചീത്ത പ്രവൃത്തി ചെയ്യാൻ തോന്നുന്നു. അതുപോലെ തന്നെ അവർക്ക് ജീവിതം തന്നെ മടുത്തുപോയി അമ്മയും അച്ഛനെ ഉപേക്ഷിച്ച് വേറെ വൃദ്ധസദനത്തിൽ അങ്ങനെയുള്ള ആൾക്കാരെ കുറേ ആക്കുന്നൊക്കെ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ആ മക്കളെ തല്ലാൻ പാടില്ലെന്ന് പറയാൻ ഞാൻ അർഹനല്ല, എന്നാലും മക്കളെ തല്ലാൻ പാടില്ല. എൻ്റെ ഉമ്മയും പാപ്പയും എന്നെ തല്ലിയിട്ടില്ല എന്ന് പറയുന്നൊരു അഭിമാനവും ഒരു അന്തസ്സായിട്ടുള്ളൊരു കാര്യം എനിക്കുണ്ട്.
അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മിതമായ രീതിയിൽ മര്യാദക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും. ഇപ്പോൾ എൻ്റെ ഉമ്മയും വാപ്പയും എന്നായിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞാൻ എൻ്റെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം എൻ്റെ അപ്പോൾ ഞാനൊരു ഇപ്പോൾ പുറകെ പോയൊരു ഉമ്മ വാപ്പാരോട് ഞാൻ പറഞ്ഞേട്ടോ, വാപ്പ ഞാൻ ഇങ്ങനെ പുറകെ പോയപ്പോൾ അവളുടെ പുറകെ പോയപ്പോൾ അവളെന്നെ അപ്പനെ വിളിച്ച് അവൾ കൊടക്കൊക്കെ എന്നെ കല്ലിനൊക്കെ പണ്ടത്തെന്ന് പറയുമ്പോൾ 10ാം ക്ലാസ്സിലെ സംഭവമാണ്, +2 സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഡിഗ്രിയിൽ ഈ കഴിഞ്ഞ PG സംഭവങ്ങൾ വരെ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ എല്ലാ കാര്യം ഞാൻ പറയും. അപ്പോൾ അതിൽ അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ മാക്സിമം നിങ്ങൾ പാരൻസ് തന്നെ വീഡിയോ കാണുന്നെങ്കിൽ മാക്സിമം ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ വിഷയത്തിൽ തന്നെ മാറേണ്ട, കാമായിരിക്കും അവർ, ഭയങ്കര ഗുഡ് അഡ്വൈസ്, ഗീവ് അഡ്വൈസ്, നല്ല രീതിയിലുള്ള അഡ്വൈസും കാര്യങ്ങളൊക്കെ അവർ അച്ഛനമ്മമാർ അവർക്ക് കൊടുക്കുന്നതാണ്. അച്ഛനമ്മമാർ നല്ല അഡ്വൈസും കാര്യങ്ങളും കൊടുക്കും അവർക്ക്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മൾ പോവാണ് 8/17/26 ജനിച്ച അമ്മമാരെന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിരിക്കും. നമ്മുടെ കുടുംബത്തിൽ എന്ത് കാര്യം വന്നാലും, നമ്മുടെ കുടുംബത്തിൽ എന്തൊരു വിഷയം വന്നാലും നമ്മുടെ അമ്മ മാത്രം സ്ട്രോങ് ആയിട്ട് നിൽക്കും. ബാക്കിയുള്ള നമ്മളെ ആൾക്കാരൊക്കെ തളർന്ന് പെട്ടെന്ന് പോകും. അതുപോലെ ഫിനാൻഷ്യലി ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അത്യാവശ്യം അമ്മയുടെ കയ്യിൽ പൈസ ഉണ്ടാവും. ഇപ്പം നമുക്ക് നാളൊരു കാലത്തേക്ക് വേണ്ടിയാലും അമ്മ സ്വരുക്കൂറ്റി ലോൺ എടുത്തിട്ടായാലും ചിട്ടിയിൽ നിന്ന് അയൽക്കൂട്ടത്തിൽ എടുത്തിട്ടായാലും എന്തെടുത്തിട്ടായാലും പൈസ അമ്മയുടെ നിന്ന് ചെറിയ പൈസ ഉണ്ടാവും. അപ്പം നമ്മൾ കുറേ സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അച്ഛന്മാർ സ്ട്രഗിൾ ചെയ്യുന്ന അവസ്ഥകൾ കണ്ടിട്ടുണ്ട്. അച്ഛന്മാർ പൈസ കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന അവസ്ഥകൾ അമ്മമാരുടെ ചെറിയ സ്വരുക്കൂട്ടി നമ്മുടെ നമ്മൾ കാക്ക സ്വരുക്കൂട്ടി തീറ്റ സ്വരുക്കൂട്ടും എന്നൊക്കെ പറയത്തില്ല. അങ്ങനെ ഒരു എക്സാമ്പിൾ ഉണ്ട്. അങ്ങനെ സ്വരുക്കൂട്ടി നമ്മുടെ അമ്മമാർ വെക്കും. നമ്മൾ പിന്നീട് ഒരു ആവശ്യത്തിനായി നമ്മൾ ഇടയ്ക്ക് ചോദിക്കുമെങ്കിലും അമ്മ ചെറുതായിട്ടൊക്കെ അതിനകത്ത് തരും. മിഠായി വാങ്ങണമെങ്കിൽ ഐസ്ക്രീം വാങ്ങണമെങ്കിൽ എന്തും വാങ്ങണമെങ്കിൽ മൊബൈൽ വാങ്ങണമെങ്കിലും ഓക്കെ, നമ്മൾ അവസ്ഥകൾ മനസ്സിലാക്കി പെരുമാറുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അടുത്ത് അമ്മ ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. ആ ദിവസങ്ങളിൽ ജനിച്ച അമ്മ ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. നമ്മൾ ഭയങ്കര സംരക്ഷിക്കും. അതുപോലെ തന്നെ അവർ ഭയങ്കര കെയറിങ് ആയിരിക്കും. എല്ലാ അമ്മമാരും അങ്ങനെയാണ്. ഇത് പറയുന്ന അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഈ പേഴ്സണൽ ടെസ്റ്റും കഴിഞ്ഞ് അപ്പോൾ ഈ പറയുന്ന എല്ലാ അമ്മമാരും ഇതുപോലെ തന്നെ ഏകദേശം ഒരേപോലെയൊക്കെ തന്നെ ആയിരിക്കാൻ ചാൻസ്. പക്ഷേ ഇത് തരുന്നതാണ്. നമുക്കിത് കറക്റ്റാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ നിങ്ങളുടെ അമ്മമാരുടെ ഇത് മാച്ച് ചെയ്യുന്നുണ്ട് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയുക. ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. ഹസ്തല ബിസ്ത വീണ്ടും സന്ധിക്ക് വരെ വണക്കം. അപ്പോൾ വീഡിയോക്കാർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും അമ്മമാരായിട്ട് എല്ലാവരും സന്തോഷിച്ച് നമ്മൾ ഒരൊറ്റ ജീവിതമുള്ളത് മനസ്സിലായിക്കൊണ്ട് എല്ലാവരും അമ്മമാരുടെ സന്തോഷിച്ചിരിക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പോൾ അമീറിൻ്റെ വീഡിയോ കണ്ടാണെന്ന് പറഞ്ഞ് പോയി തീർത്ത് ഒരു കെട്ടിപ്പടിച്ച് എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യൂസും എനിക്ക് വേണ്ടി എനിക്ക് ഈ വീഡിയോക്ക് വ്യൂസ് കയറിയില്ലെങ്കിലും കുഴപ്പമില്ല, ലൈക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാവരും പോയി അമ്മക്ക് വീഡിയോ കഴിഞ്ഞ് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ് എല്ലാവരും പോയി ഒരു കിസ് കൊടുത്ത്, ഒരു കെട്ടിപ്പിടിച്ചൊരു കിസ് കൊടുത്ത്, അന്നൊരു കമൻറ്റ് ബോക്സിൽ പറ. ആ കേൾക്കുമ്പോൾ എൻ്റെ ഒരു സന്തോഷമില്ലേ, വേറെ നോമ്പ് തുറക്കാൻ വേണ്ടി വെള്ളം കുടിക്കുന്നൊരു ഇതിനേക്കാളും വലിയ കിക്കാണത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും പോയി ഒന്ന് ഉമ്മ കൊടുത്തേക്ക്, ഞാൻ പോയി കൊടുത്തിട്ട് തരാം.